ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മൾ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ട് എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 17,50,00,000 രൂപയോളം സ്വന്തമാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 26 കോടി രൂപയോളമാണ്. ആസിഫ് അലി നായകനായിട്ട് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. ചിത്രം റിലീസിനെത്തി രണ്ടാം വാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 4 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 5,50,00,000 രൂപയും സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വാഷൌട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കുറ്റവാളി തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ടൊവിനോ തോമസ് നായകനായിട്ട് എത്തിയ നരിവേട്ട എന്ന ചിത്രം റിലീസിനെത്തി 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 17 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി ചിത്രം 27 കോടി രൂപയും സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നരിവേട്ട ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. തെലുങ്കിൽ നിന്നും പ്രഭാസ് നായകനായിട്ട് എത്തുന്ന രാജാസാബ് എന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടീസറിന്റെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 20 സെക്കൻഡും. ഈ ഒരു ടീസർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം എന്തെന്നാൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് രാജാസാബിനുള്ളത്. എന്നാൽ ഇതിലെ VFX വർക്കുകൾക്ക് തീരെ നിലവാരം തോന്നിയില്ല. ടീസറിന്റെ മലയാളം ഡബിംഗ് ഒക്കെ വളരെ ശോകമായിരുന്നു. നമ്മൾ തമിഴിൽ കണ്ടിട്ടുള്ള അരൺമനെ, കാഞ്ചന, ചന്ദ്രമുഖി സിനിമകളെല്ലാം കൂടി പുതിയൊരു ഫ്ലേവറിൽ എടുത്തതുപോലെ തോന്നി. ആകെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്തെന്നാൽ ഹൊറർ ത്രില്ലർ ജോണറിനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് മാത്രമാണ്. എന്തായാലും തെലുങ്കിലും തമിഴിലുമൊക്കെ ഈ സിനിമ വർക്കാവാൻ സാധ്യതയുണ്ട്. പക്ഷെ മലയാളികൾ ഒട്ടും തന്നെ ഇങ്ങനെ ഒരു സിനിമയ്ക്കായി ടൈം കളയുമെന്ന് തോന്നുന്നില്ല. ഹിന്ദിയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള മഡോക് സിനിമാറ്റിക് യൂണിവേഴ്സിലെ സിനിമകളുടെ നിലവാരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പ്രഭാസിന്റെ അടുത്തൊരു 1000 കോടി കളക്ഷൻ നേടുന്ന സിനിമയായി രാജാസാബ് മാറിയേനെ. എന്തായാലും ഈ വരുന്ന ഡിസംബർ 5-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി രാജാസാബ് തിയേറ്ററുകളിലേക്ക് എത്തും. അർജുൻ രാധാകൃഷ്ണൻ, അജു വർഗീസ്, ലാൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത കേരള ക്രൈം ഫയൽസ് സീസൺ 2ന്റെ സെക്കൻഡ് ട്രെയിലർ നാളെ രാവിലെ 11 മണിക്ക് പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി കേരള ക്രൈം ഫയൽസ് സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. വിജയ് ദേവരക്കൊണ്ടയെ നായകനാക്കി ഗൗതം തിന്നാനൂരി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ പാൻ ഇന്ത്യൻ സിനിമയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയ്ക്കൊപ്പം ഭാഗ്യശ്രീ ബോർസെ, സത്യദേവ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കിങ്ഡം ഈ വരുന്ന ജൂലൈ 25-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് മൂവി ടീം ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കിങ്ഡം റിലീസിനെത്തിക്കുന്നത് വേഫെയർ ഫിലിംസിന് വേണ്ടി ദുൽഖർ സൽമാൻ ആണ്. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ടിക്കി ടക്ക. നിലവിൽ 30% ചിത്രീകരണം പൂർത്തിയായ ടിക്കി ടക്കയിൽ ഈ വരുന്ന ജൂലൈ മാസം മുതൽ വാമിക ഗബിയും ടിക്കി ടക്കയുടെ ചിത്രീകരണത്തിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അജിത് കുമാറിനെ നായകനാക്കി അദിത് രവിചന്ദ്രൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് AK-64. 300 കോടി രൂപയോളം ബഡ്ജറ്റ് വരുന്ന AK-64 നിർമ്മിക്കുന്നത് വെയിൽസ് ഫിലിംസ് ഇന്റർനാഷണൽ ആണ്. ഇത് ഹൈലൈറ്റ് എന്തെന്നാൽ 300 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയിൽ 180 കോടി രൂപയും അജിത് കുമാറിന്റെ പ്രതിഫലമാണ്. ബാക്കി 120 കോടി രൂപയ്ക്ക് വേണം എന്റെ സിനിമ ഈ മൂവി ടീം പൂർത്തീകരിക്കാൻ. ദുൽഖർ സൽമാൻ, റാണ ദഗുപതി, സമുദ്രക്കനി, ഭാഗ്യശ്രീ ബോർസെ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്ത. ഇപ്പോൾ കാന്തയുടെ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി കാന്ത തിയേറ്ററുകളിലേക്ക് എത്തും. ഹോളിവുഡിൽ നിന്നും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ഹൊറർ ത്രില്ലർ മൂവിയാണ് മീഗൻ 2.0. ഇപ്പോൾ ചിത്രത്തിന്റെ സെൻസർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും A സർട്ടിഫിക്കറ്റ് ലഭ്യമായ മീഗൻ 2.0യുടെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറാണ്. 2020-ൽ പുറത്തു വന്ന മീഗൻ എന്ന ആദ്യ ഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈമിൽ 18 മിനിറ്റ് വർധനവുണ്ട്. ഈ വരുന്ന ജൂൺ 27-ാം തീയതി മീഗൻ 2.0 തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയിയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ജനനായകൻ. നിലവിൽ ജനനായകനിൽ പൂജ ഹെഗ്ഡെയുടെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർണ്ണമായും പൂർത്തിയായെന്ന് പൂജ ഹെഗ്ഡെ തന്നെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ജനനായകന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ വരുന്ന ജൂൺ 22-ാം തീയതി പുറത്തു വരുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ആ ഒരു വിവരം നമ്മളും പങ്കുവച്ചിരുന്നതാണ്. എന്നാൽ ജൂൺ 22-നാവില്ല ഗ്ലിംസ് വീഡിയോ പുറത്തു വരിക. പകരം ജൂൺ 21-ാം തീയതി വൈകിട്ട് തന്നെ ജനനായകൻ ഗ്ലിംസ് വീഡിയോ പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. നസ്ലിൻ, കല്യാണി പ്രിയദർശൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. വേഫെയർ ഫിലിംസിന് വേണ്ടി ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡൊമിനിക് അരുണാണ്. 35 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറാവുന്ന ഈ ചിത്രം വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ സിനിമ കൂടിയാണ്. ഈ വരുന്ന ഓണം റിലീസായി ഓഗസ്റ്റ് 28-ാം തീയതി ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വാടിവാസൽ എന്ന സിനിമയ്ക്ക് മുമ്പ് ചിമ്പുവിനെ നായകനാക്കി വെട്രിമാരൻ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്നു മുതൽ ചെന്നൈയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. 90-കളിൽ നടക്കുന്ന ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ സിനിമയായിട്ടാണ് ഈ ചിമ്പു വെട്രിമാരൻ ചിത്രം തയ്യാറാവുക. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കൂലി. ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഉടൻ റിലീസിനെത്തുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ആഴ്ചയുടെ അവസാനത്തിൽ തന്നെ കൂലിയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വരും. ചിക്കിട്ട് എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അനിരുദ്ധും T രാജേന്ദ്രനും ചേർന്നാണ്. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി കൂലി തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദൃശ്യം 3. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ്
വർക്കുകൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. ഏതാണ്ട് 60 ദിവസത്തെ ഡേറ്റ് ആണ് ലാലേട്ടൻ ദൃശ്യം 3 നൽകിയിരിക്കുന്നത്. 2026 മാർച്ച് മാസത്തിൽ ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ബബ്ബബ്ബ എന്ന സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം ഈ മാസം അവസാനം മുതൽ തൊടുപുഴയിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദിലീപിനൊപ്പം ലാലേട്ടനും ഈ അവസാനഘട്ട ചിത്രീകരണത്തിൽ പങ്കെടുക്കും. ഏകദേശം 13 ദിവസത്തെ ഡേറ്റ് ആണ് ലാലേട്ടൻ ബബ്ബബ്ബയ്ക്കായി നൽകിയിരിക്കുന്നത്.